ശരി എന്നൊക്കെ പറയുന്ന സംഭവം അത് ആപേക്ഷികമാണ് അല്ലേ? ചിലർക്ക് തെറ്റായിട്ട് തോന്നുന്നത് ചിലർക്ക് ശരിയായിട്ട് തോന്നുന്നു. മകനെ ക്രൂരമായി ആക്രമിച്ചെന്ന കേസ് വിശദീകരണവുമായി യൂട്യൂബർ അനുപമ. 12 വയസ്സുകാരനായ മകനെ ക്രൂരമായി ആക്രമിച്ചെന്ന കുറ്റാരോപണങ്ങൾ നേരിടുന്ന യൂട്യൂബറും മുൻ ടെലിവിഷൻ അവതാരകയുമായ അനുപമ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തി. പങ്കാളിക്കൊപ്പം ചേർന്നാണ് മകനെ മർദ്ദിച്ചതെന്ന പരാതിയിൽ നവംബർ 12-ന് സിവിൽ സപ്ലൈസ് ജീവനക്കാരിയുമായിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവിൻ്റെ കള്ളക്കഥയെന്ന് അനുപമ. മകനെ ഉപദ്രവിച്ചെന്ന ആരോപണങ്ങൾ മുൻ ഭർത്താവ് മെനഞ്ഞ കള്ളക്കഥയാണെന്ന് അനുപമ പറയുന്നു. വന്നു കിടന്നുറങ്ങട എന്ന് പറഞ്ഞ് കൈയോങ്ങിയപ്പോൾ ഏതാനും മുറിവുകൾ ഉണ്ടായതും അവയിൽ കലാമിൻ ലോഷൻ തേച്ചത് മാത്രമാണ് സംഭവമെന്നാണ് അനുപമയുടെ വാദം. ഇത് വളച്ചൊടിച്ച് മുൻ ഭർത്താവാണ് പരാതി നൽകിയതെന്നും അവൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല കുട്ടിയുടെ പെരുമാറ്റത്തിലും ചില പ്രശ്നങ്ങൾ അനുപമ ചൂണ്ടിക്കാട്ടുന്നു. മകൻ്റേതായി ഗൗരവമായ ചില പെരുമാറ്റ പ്രശ്നങ്ങളുണ്ടെന്നും അനുപമ ആരോപിക്കുന്നു. പഠനത്തിൽ താല്പര്യമില്ലായ്മ, ഐഫോൺ വാങ്ങിക്കൊടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യങ്ങൾ, അശ്ലീല സൈറ്റുകളിൽ പ്രവേശനം, അശ്ലീല കണ്ടന്റ് സൃഷ്ടിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുക എന്നിവയാണ് യുവതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലതവണ തൻ്റെ സ്കൂൾ ടീച്ചർമാരും സഹപാഠികളും ഫ്ലാറ്റ് സെക്യൂരിറ്റിയും പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് അനുപമ പറഞ്ഞു. കേസിൽ പ്രധാന വിഷയമായ ആൺ സുഹൃത്ത് വീട്ടിൽ ഉണ്ടെന്ന ആരോപണത്തെയും യുവതി ശക്തമായി നിരസിക്കുന്നു. ആ വ്യക്തി കുടുംബത്തിൻ്റെ അടുത്ത ബന്ധുവാണെന്നും തനിക്ക് സഹോദരനെ പോലെയാണ് കരുതുന്നതെന്നും അവൾ വ്യക്തമാക്കുന്നു. മാധ്യമങ്ങളിൽ വന്നതുപോലെ കാമുകനോ പങ്കാളിയോ ഒന്നുമല്ലെന്ന് അവൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൺ സുഹൃത്തെക്കുറിച്ചുള്ള ആരോപണം നിഷേധിക്കുന്നു. കേസിൽ പ്രധാന വിഷയമായ ആൺ സുഹൃത്ത് വീട്ടിൽ ഉണ്ടെന്ന ആരോപണത്തെയും യുവതി ശക്തമായി നിരസിക്കുന്നു. ആ വ്യക്തി കുടുംബത്തിൻ്റെ അടുത്ത ബന്ധുവാണെന്നും തനിക്ക് സഹോദരനെ പോലെയാണ് കരുതുന്നതെന്നും അവൾ വ്യക്തമാക്കുന്നു. മാധ്യമങ്ങളിൽ വന്നതുപോലെ കാമുകനോ പങ്കാളിയോ ഒന്നുമല്ലെന്ന് അവൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയോടുള്ള ഒബ്സഷൻ. കൗൺസിലിംഗിൽ ലഭിച്ച നിർണയം. കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ നിലപാട് യുവതി വെളിപ്പെടുത്തി. മകനെ അമ്മയോട് ഒബ്സഷനുള്ള കുട്ടിയാണ്. അമ്മയുടെ ജീവിതത്തിലേക്ക് മറ്റാരെങ്കിലും സ്വീകരിക്കുന്നത് ഈ കുട്ടി സഹിക്കില്ലെന്നുമാണ് റിപ്പോർട്ടിൽ വന്നതെന്ന് അവൾ പറഞ്ഞു. മുന്നത്തെ കുടുംബ പ്രശ്നങ്ങളും യുവതിയുടെ വാദങ്ങളും. മുൻ ഭർത്താവ് തൻ്റെ മകനെ വളർത്താൻ തയ്യാറല്ലായിരുന്നു എന്നും വിവാഹശേഷം മറ്റൊരു കുടുംബം തുടങ്ങുകയും ചെയ്തുവെന്നും അനുപമ പറഞ്ഞു. കുട്ടിയെ പലതവണ വീട്ടിൽ വസ്തുക്കൾ എറിയുകയും ഉപദ്രവത്തിലേർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം മൂലം നേരത്തെ പോലീസ് ഇടപെട്ടിട്ടുണ്ടെന്നും അവൾ അവകാശപ്പെടുന്നു. അച്ഛൻ കൊണ്ടുപോയി നോക്കട്ടെ. സ്വന്തം വാദം ശരിയാണെന്ന് തെളിയിക്കാൻ മകനെ ഇപ്പോൾ അച്ഛൻ കൊണ്ടുപോയി നോക്കട്ടെ. 12 വയസ്സുകാരൻ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ എൻ്റെ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാകും എന്ന് അനുപമ കുറിപ്പിൽ പറയുന്നു. കേസിൻ്റെ അന്വേഷണം തുടരുന്നു. മാതാവിൻ്റെയും മകൻ്റെയും വാദങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കെ സത്യാവസ്ഥ വ്യക്തമാക്കാനുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടിയെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളും കൗൺസിലിംഗ് റിപ്പോർട്ടുകളും അസാധാരണ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുൻ പരാതികളും അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കുമെന്ന് സൂചനയുണ്ട്.